ഹലോ, ഇത് കുറേ നാളുകൾക്ക് ശേഷം മറ്റൊരു ഹെൽത്ത് എഡ്യൂക്കേഷൻ വീഡിയോ ആയിട്ടാണ് ഞാൻ വീണ്ടും വന്നിരിക്കുന്നത്. അതായത് കുറച്ച് നാളുകൾക്ക് മുമ്പ് ഞാനൊരു വീഡിയോ അപ്ലോഡ് ചെയ്തിരുന്നു. അതിൽ നമ്മൾ നോക്കിയിരുന്ന ഇന്ത്യയിൽ നമ്മൾ കുക്കിങ്ങിന് സാധാരണയായിട്ട് ഉപയോഗിക്കുന്ന പലതരം ഓയിലുകൾ, പലതരം എണ്ണകളെക്കുറിച്ചാണ്. അതിൻ്റെ ഗുണങ്ങളും അതിൻ്റെ ദോഷങ്ങളും ഒക്കെ നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് നോക്കിയിട്ടുണ്ടായിരുന്നു. അപ്പം ആ വീഡിയോ കുറച്ചധികം പേര് കണ്ടു. അപ്പോൾ കുറച്ച് പേരെങ്കിലും എന്നോട് ചോദിച്ചു, നമ്മുടെ തവിടെണ്ണ അല്ലെങ്കിൽ റൈസ് ബ്രാൻ ഓയിലിനെ കുറിച്ച് അധികം ഒന്നും പറഞ്ഞില്ലല്ലോ എന്ന്. ആ വീഡിയോ ചെയ്യുമ്പോൾ തന്നെ ഈ തവിടെണ്ണയെക്കുറിച്ച് ചില കാര്യങ്ങൾ സൂചിപ്പിച്ചിരുന്നു, എന്നാൽ ഡീറ്റെയിൽ ആയിട്ടൊന്നും പറഞ്ഞിരുന്നില്ല. അപ്പോൾ ഇന്ന് ഞാൻ വിചാരിച്ചു അതൊരു പ്രത്യേക ടോപ്പിക്കായിട്ട് ഒരു വീഡിയോ ചെയ്ത് നിങ്ങളെ കാണിക്കാം. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇത് രണ്ട് തരം ഓയിലുകൾ ഞാൻ ഇവിടെ കൊണ്ടുവച്ചിട്ടുണ്ട്. ഇത് നിങ്ങൾ പലരും ചോദിച്ച റൈസ് ബ്രാൻ ഓയിൽ അല്ലെങ്കിൽ തവിട് എണ്ണയാണ് ഇതിലുള്ളത്. ഈ ഇരിക്കുന്ന നമ്മുടെ കോക്കനട്ട് ഓയിൽ അല്ലെങ്കിൽ വെളിച്ചെണ്ണ. അപ്പോൾ ഇത് രണ്ടും. അപ്പോൾ എന്തുകൊണ്ടാണ് ഈ രണ്ട് ഓയിലും ഇവിടെ കൊണ്ട് വെച്ചെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ പ്രധാനമായിട്ടും നോക്കാൻ പോകുന്ന ഇത് തമ്മിലൊരു കമ്പാരിസൺ ആണ്. അതായത് ഈ വെളിച്ചെണ്ണയ്ക്ക് പകരമായിട്ട് നമുക്ക് തവിടെണ്ണ ഉപയോഗിക്കാൻ പറ്റുമോ, അല്ലെങ്കിൽ തവിടെണ്ണയ്ക്ക് എന്തെങ്കിലും എക്സ്ട്രാ ഗുണങ്ങളുണ്ടോ, അല്ലെങ്കിൽ എന്തെങ്കിലും ദോഷങ്ങളുണ്ടോ തുടങ്ങിയ കാര്യങ്ങൾ ഡീറ്റെയിൽ ആയിട്ട് നോക്കാൻ പോവുകയാണ്. അപ്പോൾ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ ലാസ്റ്റ് വരെ കാണും കേട്ടോ. ഇന്ത്യയുടെ പല ഭാഗത്തും കുക്കിങ്ങിന് വേണ്ടി പലതരം എണ്ണകൾ ഉപയോഗിക്കാറുണ്ടെങ്കിലും നമ്മൾ മലയാളികൾക്ക് പാചകം അല്ലെങ്കിൽ കുക്കിംഗ് എന്ന് പറഞ്ഞാൽ ഒറ്റ ഓയിലുള്ളത് നമ്മുടെ കോക്കനട്ട് ഓയിലാണ്. ഇനി അത് കഴിഞ്ഞൊന്ന് പോകണമെന്ന് വെച്ചാൽ നമ്മൾ സൺഫ്ലവർ ഓയിൽ വരെ പോകും, അതിനപ്പുറത്തേക്ക് അധികം പേരും പോകാറില്ല. എന്നാൽ ഇന്ന് വെളിച്ചെണ്ണ കഴിഞ്ഞാൽ മലയാളികൾ പലരും രണ്ടാമതൊരു ഓപ്ഷനായിട്ട് റൈസ് ബ്രാൻ ഓയിൽ അല്ലെങ്കിൽ തവിടെണ്ണ ധാരാളമായിട്ട് ഉപയോഗിക്കുന്നുണ്ട്. അപ്പോൾ ഇത് ഉപയോഗിക്കുന്നുണ്ടെങ്കിലും പലർക്കും ധാരാളം ഡൗട്ട് അല്ലെങ്കിൽ കൺഫ്യൂഷൻസ് ഇപ്പോഴും ഉണ്ട്. ഈ പറയുന്ന മാത്രം ഗുണങ്ങൾ ഈ തവിടെണ്ണയ്ക്ക് ഉണ്ടോ, അല്ലെങ്കിൽ ഉപയോഗിക്കുന്നുണ്ട് എന്തെങ്കിലും ദോഷങ്ങളുണ്ടോ, ഇതിൽ കാരണങ്ങൾ എന്താണെന്ന് വെച്ചാൽ, ഒന്നാമതായിട്ട് ഡോക്ടേഴ്സ് പലരും, അല്ലെങ്കിൽ കാർഡിയോളജിസ്റ്റുകൾ ഉൾപ്പെടെയുള്ള പല ഡോക്ടേഴ്സും വെളിച്ചെണ്ണയുടെ ഉപയോഗം പരമാവധി കുറയ്ക്കണം എന്ന് പേഷ്യൻസിനോട് പറയുന്നുണ്ട്. രണ്ടാമത് നമുക്കെല്ലാവർക്കും അറിയാം, അപ്രതീക്ഷിതമായിട്ട് ഇതിന് കുതിച്ചേരുന്ന വെളിച്ചെണ്ണയുടെ വില നമുക്കിപ്പോൾ അറിയാം വളരെ മേളിൽ പോയി നിൽക്കുകയാണ്. അപ്പോൾ ഈ രണ്ട് കാരണങ്ങൾ കൊണ്ടാണ് പലരും ഇങ്ങോട്ട് ഷിഫ്റ്റ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ നമുക്കിത് രണ്ടും ഒന്ന് അനലൈസ് ചെയ്ത് നോക്കാം. ഒരു കാരണം ഞാൻ പറഞ്ഞു, ഈ വെളിച്ചെണ്ണ വില നമുക്കറിയാം. മിക്കവാറും ഈ 1 ലിറ്റർ വെളിച്ചെണ്ണ മേടിക്കുമ്പോൾ 500 രൂപ ആവറേജ് നമ്മൾ കൊടുക്കേണ്ടി വരുന്നുണ്ട് ഇപ്പോൾ. പക്ഷേ അതേസമയം നമ്മൾ തവിടെണ്ണ ഉപയോഗിക്കുമ്പോൾ ഒരു 250 രൂപ റേഞ്ചിൽ നമുക്ക് തവിടെണ്ണ 1 ലിറ്റർ മാർക്കറ്റിൽ കിട്ടും. അപ്പോൾ പകുതി വിലയ്ക്ക് തവിടെണ്ണ അവൈലബിൾ ആണ് എന്നൊരു ഗുണമുണ്ട് നമ്മളെ സംബന്ധിച്ച്. ഇനി ഡോക്ടർമാർ എന്തുകൊണ്ട് വെളിച്ചെണ്ണയുടെ ഉപയോഗം കുറയ്ക്കാൻ പറയുന്നു എന്നറിയണമെങ്കിൽ നമ്മൾ 1-2 കാര്യങ്ങൾ അറിഞ്ഞിരിക്കണം. ആദ്യം അറിയേണ്ടത് എന്താണ് ശരിക്കും ഈ ഓയിൽസ് എന്ന് പറഞ്ഞാൽ. രണ്ടാമത്തെ കാര്യം ഫാറ്റ് എന്ന് പറഞ്ഞാൽ എന്താണ്. ഈ രണ്ട് കാര്യങ്ങളും അറിയാമെങ്കിൽ ഏതാണ് നല്ലത് എന്നൊരു കാര്യത്തിൽ നമുക്ക് തന്നെ ഒരു നിഗമനത്തിലേക്ക് എത്തിച്ചേരാം. ഓയിൽ എന്ന് പറഞ്ഞാൽ അത് ഏത് തരം ഓയിലായിക്കോട്ടെ, അത് വെളിച്ചെണ്ണ ആയിക്കോട്ടെ, തവിടെണ്ണ ആയിക്കോട്ടെ, നമ്മുടെ സൂര്യകാന്തി എണ്ണ, സൺഫ്ലവർ ഓയിൽ ആയിക്കോട്ടെ, കടുകെണ്ണ ആയിക്കോട്ടെ, ഏതായാലും ഓയിൽ എന്ന് പറഞ്ഞാൽ കൊഴുപ്പാണ് അല്ലെങ്കിൽ ഫാറ്റാണ്. അപ്പോൾ നമ്മൾ എണ്ണ തിരഞ്ഞെടുക്കുമ്പോൾ ഒരു കാര്യം മാത്രം ശ്രദ്ധിച്ചാൽ മതി, ഇതിൽ ഏത് എണ്ണയിലെ കൊഴുപ്പാണ് നമ്മുടെ ശരീരത്തിന് അധികം ദോഷം ചെയ്യാത്തത് എന്ന കാര്യം. ഫാറ്റ് അല്ലെങ്കിൽ കൊഴുപ്പ് എന്ന് പറഞ്ഞാൽ അത് പ്രധാനമായിട്ടും 2 തരത്തിലുണ്ട്. ഒന്നാമത് പൂരിത കൊഴുപ്പ് അഥവാ സാച്ചുറേറ്റഡ് ഫാറ്റ് എന്ന് ഇംഗ്ലീഷിൽ പറയും. രണ്ടാമത്തേത് അപൂരിത കൊഴുപ്പ് അഥവാ അൺസാച്ചുറേറ്റഡ് ഫാറ്റ് എന്ന് പറയും. ഇതിൽ ഏത് കൊഴുപ്പാണ് ശരീരത്തിന് ദോഷം ഇല്ലാത്തത് എന്ന് ചോദിച്ചാൽ അൺസാച്ചുറേറ്റഡ് ഫാറ്റ് താരതമ്യേന നമ്മുടെ ശരീരത്തിൽ സേഫാണ്. ഇനി സാച്ചുറേറ്റഡ് ഫാറ്റുകൾ അധികമായിട്ട് കഴിക്കുകയാണെങ്കിൽ നമ്മുടെ രക്തത്തിൽ LDL കൊളസ്ട്രോൾ, ചീത്ത കൊളസ്ട്രോൾ എന്നോ ബാഡ് കൊളസ്ട്രോൾ എന്നൊക്കെ പറയും, ഇതിൻ്റെ അളവ് ക്രമാതീതമായി വർദ്ധിക്കുകയും അത് സ്ട്രോക്കിനും ഹൃദ്രോഗത്തിനും കാരണമാവുകയും ചെയ്യും. എന്നാൽ നമ്മുടെ ശരീരത്തിന് ആവശ്യമായ ഊർജ്ജോൽപാദനത്തിനും മറ്റും സാച്ചുറേറ്റഡ് ഫാറ്റ് അല്ലെങ്കിൽ പൂരിത കൊഴുപ്പ് ആവശ്യമാണ്. പക്ഷേ അത് അമിതമാകുമ്പോഴാണ് പലതരം പ്രശ്നങ്ങൾക്കും കാരണമാകുന്നത്. ഒരു ശരാശരി ആൾക്ക് ഒരു ദിവസം കഴിക്കാവുന്ന സാച്ചുറേറ്റഡ് ഫാറ്റിൻ്റെ അളവ് 30 ഗ്രാം മാത്രമാണ്. അതായത് എല്ലാ ആഹാര പദാർത്ഥങ്ങളുടെ ചേർത്ത് 30 ഗ്രാമേ പാടുള്ളൂ കേട്ടോ. ഇതിൽ അധികമാകുമ്പോഴാണ് ഈ സാച്ചുറേറ്റഡ് ഫാറ്റ് പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നത്. എന്നാൽ നമ്മുടെ കോക്കനട്ട് ഓയിലിൽ അല്ലെങ്കിൽ വെളിച്ചെണ്ണയിൽ അടങ്ങിയിരിക്കുന്നത് 90% സാച്ചുറേറ്റഡ് ഫാറ്റാണ്. അതായത് ഒരു ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ നമ്മുടെ ഉള്ളിലേക്ക് പോവുകയാണെങ്കിൽ അതിലൊരു 12 ഗ്രാമോളം സാച്ചുറേറ്റഡ് ഫാറ്റ് ഉണ്ടാവും എന്നർത്ഥം. അപ്പോൾ ആ ഒറ്റ കാരണം കൊണ്ടാണ് ഈ കാർഡിയോളജിസ്റ്റുകൾ പലരും ഇതിൻ്റെ ഉപയോഗം അല്ലെങ്കിൽ വെളിച്ചെണ്ണയുടെ ഉപയോഗം പരമാവധി കുറയ്ക്കണം എന്ന് പറയുന്നത്. അപ്പോൾ പിന്നെ സ്വാഭാവികമായിട്ടും അടുത്ത ക്വസ്റ്റ്യൻ എന്താണെന്ന് വെച്ചാൽ, പാചകത്തിന് വെളിച്ചെണ്ണ ഉപയോഗിക്കാൻ പാടില്ലെങ്കിൽ അടുത്തൊരു ഓപ്ഷൻ, കുക്കിങ്ങിന് സേഫായിട്ട് ഉപയോഗിക്കാവുന്ന വേറൊരു ഓയിൽ ഏതാണെന്നുള്ളതാണ്. നമ്മുടെ ലാസ്റ്റ് വീഡിയോയിൽ നമ്മൾ കുറേ കാര്യങ്ങൾ ചർച്ച ചെയ്തിരുന്നു. അപ്പോൾ ഈ വീഡിയോയിൽ നമ്മൾ എന്തായാലും ഇപ്പോൾ പ്രധാനമായിട്ട് നോക്കാൻ പോകുന്നത് നമ്മുടെ റൈസ് ബ്രാൻ ഓയിൽ അല്ലെങ്കിൽ തവിടെണ്ണ വെളിച്ചെണ്ണയ്ക്ക് പകരമായിട്ട് ഉപയോഗിക്കാൻ പോകുന്നതാണ്. അപ്പോൾ അങ്ങനെയാണെങ്കിൽ നമ്മൾ ആദ്യം നോക്കേണ്ട ഇതിൻ്റെ രണ്ടിലെയും ഫാറ്റിൻ്റെ കമ്പാരിസനാണ്. നേരത്തെ ഞാൻ പറഞ്ഞു, ഈ വെളിച്ചെണ്ണ എടുത്തു കഴിഞ്ഞാൽ ഇതിൽ 90% സാച്ചുറേറ്റഡ് ഫാറ്റാണ്, ബാക്കി 10% മാത്രമേ അൺസാച്ചുറേറ്റഡ് ഫാറ്റ് ഉള്ളൂ. എന്നാൽ അതേസമയം നമ്മുടെ തവിടെണ്ണ നോക്കുകയാണെങ്കിൽ ഇതിൽ 75% ബോഡിക്ക് ദോഷമില്ലാത്ത അൺസാച്ചുറേറ്റഡ് ഫാറ്റാണ്.
ബാക്കി 25% മാത്രമേ സാച്ചുറേറ്റഡ് ഫാറ്റ് ഉള്ളൂ. അപ്പോൾ അങ്ങനെയാണെങ്കിൽ ഈ ഫാറ്റിൻ്റെ കാര്യത്തിൽ, കൊഴുപ്പിൻ്റെ കാര്യത്തിൽ വെളിച്ചെണ്ണയെക്കാളും എന്തുകൊണ്ടും സേഫ് തവിടെണ്ണ തന്നെയാണ് കേട്ടോ. ഇതുകൂടാതെ തവിടെണ്ണയിൽ omega-3 ഫാറ്റി ആസിഡ്സ്, omega-6 ഫാറ്റി ആസിഡ്സ്, പിന്നെ ആൻറ്റി ഓക്സിഡൻസ് എന്നിവയും ധാരാളമായിട്ട് അടങ്ങിയിട്ടുണ്ട്. ഇതെല്ലാം കൂടി ചേരുമ്പോൾ ശരീരത്തിലെ ഗുഡ് കൊളസ്ട്രോൾ, നല്ല കൊളസ്ട്രോളിൻ്റെ അളവ് കൂടുകയും ബാഡ് കൊളസ്ട്രോൾ LDL കൊളസ്ട്രോളിൻ്റെ അളവ് കുറയുകയും ഹൃദയാരോഗ്യം സംരക്ഷിക്കപ്പെടുകയും പിന്നെ രക്തസമ്മർദ്ദം നിയന്ത്രിക്കപ്പെടുകയും ചെയ്യും. അതാണ് ഈ തവിടെണ്ണയുടെ ഒരു ഗുണം. അടുത്തതായിട്ട് നമ്മൾ നോക്കാൻ പോകുന്ന ഇവ തമ്മിലുള്ള വളരെ പ്രധാനപ്പെട്ട ഒരു വ്യത്യാസമാണ്, അതായത് സ്മോക്ക് പോയിന്റ്, അല്ലെങ്കിൽ മലയാളത്തിൽ പുകസീമ എന്ന് പറഞ്ഞൊരു ടേം. എന്താണ് ഈ പുകസീമ എന്ന് നമുക്ക് നോക്കാം. ഒരു എണ്ണയെയോ കൊഴുപ്പിനെയോ നമ്മൾ ചൂടാക്കുമ്പോൾ അതിൽ നിന്ന് തുടർച്ചയായിട്ട് പുക വരുന്ന ഒരു ഊഷ്മാവ് നമുക്കറിയാം. കുറേ ചൂടായി കഴിഞ്ഞാൽ തുടർച്ചയായിട്ട് ഇങ്ങനെ പുക വന്നു തുടങ്ങും. ആ പുക വരുന്ന ഊഷ്മാവിനെയാണ് അതിൻ്റെ സ്മോക്ക് പോയിന്റ് അല്ലെങ്കിൽ പുകസീമ എന്ന് പറയുന്നത്. ഈ ഒരു ഊഷ്മാവ് എത്തിക്കഴിഞ്ഞാൽ എന്ത് സംഭവിക്കുന്നത് വെച്ചാൽ എണ്ണ വിഘടിക്കും. എണ്ണ വിഘടിച്ചിട്ട് അതിൻ്റെ ഘടകങ്ങൾ മൊത്തം വേർതിരിയും. ഇങ്ങനെ വേർതിരിയുമ്പോൾ ഉണ്ടാകുന്ന ഫ്രീ റാഡിക്കൽസ് നമ്മുടെ ശരീരത്തിൻ്റെ ആരോഗ്യത്തിനെ ഹാനികരമായിട്ട് ബാധിക്കും. അപ്പോൾ ഇതിൽ നിന്ന് നമുക്കൊരു കാര്യം മനസ്സിലായത് എന്താ വെച്ചാൽ, നമ്മൾ കുക്ക് ചെയ്യുന്നൊരു ആഹാരം ആ എണ്ണയുടെ സ്മോക്ക് പോയിന്റ് അല്ലെങ്കിൽ പുകസീമയ്ക്ക് താഴെ വെച്ച് തന്നെ കുക്കാവുകയാണെങ്കിൽ, എണ്ണ വിഘടിക്കുന്നതിന് മുമ്പ് തന്നെ കുക്കാവുകയാണെങ്കിൽ ആ എണ്ണയാണ് ആരോഗ്യത്തിന് നല്ലത്. അപ്പോൾ ഈ രണ്ടെണ്ണയുടെയും സ്മോക്ക് പോയിന്റ് നോക്കുകയാണെങ്കിൽ നമ്മൾ ഉപയോഗിക്കുന്ന വെളിച്ചെണ്ണയുടെ സ്മോക്ക് പോയിന്റ് 177 ഡിഗ്രി സെൽഷ്യസ് ആണ്. എന്ന് പറഞ്ഞാൽ 177, 180 ആ ഒരു ടെമ്പറേച്ചറിൽ ചൂടാക്കുമ്പോൾ എണ്ണ വിഘടിച്ച് അതിലെ ഘടകങ്ങൾ വേർപിരിയും. അതേസമയം നമ്മുടെ തവിടെണ്ണ അല്ലെങ്കിൽ റൈസ് ബ്രാൻ ഓയിലിൻ്റെ സ്മോക്ക് പോയിന്റ് എന്ന് പറഞ്ഞാൽ 232 ഡിഗ്രി സെൽഷ്യസ് ആണ്. അതിനേക്കാളും ഏകദേശം 50 ഡിഗ്രി സെൽഷ്യസ് ഉയർന്ന ഊഷ്മാവിൽ ചൂടാക്കിയാൽ മാത്രമേ ഇത് വിഘടിച്ചിട്ട് ശരീരത്തിന് ദോഷം ചെയ്യുള്ളൂ. അപ്പോൾ അങ്ങനെ നോക്കുകയാണെങ്കിൽ ഈ രണ്ട് ഓയിലും, നമ്മുടെ കോക്കനട്ട് ഓയിലും റൈസ് ബ്രാൻ ഓയിലും കമ്പയർ ചെയ്യുമ്പോൾ സേഫായിട്ട് ഉപയോഗിക്കാവുന്ന, അതായത് ഉയർന്ന ടെമ്പറേച്ചറിലാണ് നമുക്ക് ആഹാരം കുക്ക് ചെയ്യേണ്ടതെങ്കിൽ, ഇപ്പോൾ വറുക്കാനും പൊരിക്കാനും ഒക്കെ നമ്മൾ ഹൈ ടെമ്പറേച്ചറിലാണ് ചൂടാക്കുന്നത്. അത്തരം ടെമ്പറേച്ചറിൽ നമ്മൾ ചൂടാക്കേണ്ടി വരികയാണെങ്കിൽ വെളിച്ചെണ്ണയേക്കാളും നല്ല ഓപ്ഷൻ നമ്മുടെ റൈസ് ബ്രാൻ ഓയിൽ അല്ലെങ്കിൽ തവിടെണ്ണ തന്നെയാണ് കേട്ടോ. ഇനി അടുത്തതായിട്ട് നമ്മുടെ തവിടെണ്ണ അല്ലെങ്കിൽ റൈസ് ബ്രാൻ ഓയിലിന് ഇൻസുലിൻ സെൻസിറ്റിവിറ്റി വർദ്ധിപ്പിക്കാൻ അല്ലെങ്കിൽ മെച്ചപ്പെടുത്താനുള്ള കഴിവുള്ളതായിട്ടും അതുവഴി രക്തത്തിലെ പഞ്ചസാരയുടെ അളവ് നിയന്ത്രിച്ചിട്ട് പ്രമേഹ രോഗം നിയന്ത്രിക്കാനുള്ള കഴിവുള്ളതായിട്ടും കണക്കാക്കപ്പെടുന്നുണ്ട്. ഇനി അവസാനമായിട്ട് പറയുകയാണെങ്കിൽ ഈ തവിടെണ്ണയിൽ അടങ്ങിയിരിക്കുന്ന വൈ-ഓറിസനോൾ എന്നൊരു ഘടകമുണ്ട്. ഇത് സ്ത്രീകളിൽ ആർത്തവ വിരാമ സമയത്ത് അല്ലെങ്കിൽ മെനോപോസിൻ്റെ സമയത്ത് ഉണ്ടാകുന്ന ഹോട്ട് ഫ്ലഷസ് പോലെയുള്ള പ്രശ്നങ്ങൾക്കൊരു പരിഹാരമായിട്ടും പ്രവർത്തിക്കുന്നുണ്ട്. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ പറഞ്ഞതിൽ വെച്ചിട്ട് എൻ്റെ ഒരു കൺക്ലൂഷൻ എന്താ വെച്ചാൽ, നമ്മുടെ വെളിച്ചെണ്ണയെ അപേക്ഷിച്ച് ഈ തവിടെണ്ണയ്ക്ക് ഒരുപാട് ഗുണങ്ങൾ ഉണ്ട് എന്ന് തന്നെയാണ്. പ്രത്യേകിച്ചും നമ്മുടെ ഉയർന്ന ഊഷ്മാവിൽ കുക്ക് ചെയ്യുന്ന സാഹചര്യങ്ങളിൽ തവിടെണ്ണ തന്നെയാണ് സേഫ്. പക്ഷേ ഇവിടെ ഒരു പ്രധാന ക്വസ്റ്റ്യൻ എന്താ വെച്ചാൽ, മാർക്കറ്റിൽ പല ബ്രാൻഡുകളിൽ പല തവിടെണ്ണകൾ അവൈലബിൾ ആണ്. അപ്പോൾ ഇത് എത്രമാത്രം സേഫാണ്, എത്രമാത്രം വിശ്വസനീയമാണ് എന്നൊരു ക്വസ്റ്റ്യൻ അവിടെ വരുന്നുണ്ട്. അതിനുള്ള കാരണം എന്താണെന്ന് വെച്ചാൽ, 1 ലിറ്റർ തവിടെണ്ണ ഉണ്ടാക്കിയെടുക്കണമെങ്കിൽ 5 മുതൽ 6 കിലോഗ്രാം വരെ തവിട് വേണ്ടി വരും. ഇത്രയും തവിട് കിട്ടണമെങ്കിൽ ഒരു 100 കിലോഗ്രാമെങ്കിലും നെല്ല് വേണ്ടി വരും. ഇതിൽ നിന്ന് തവിട് വേർതിരിച്ച് ഈ തവിടെണ്ണയാക്കി മാറ്റണമെങ്കിൽ സങ്കീർണമായ കുറേ പ്രക്രിയകളും വേണ്ടി വരും. അപ്പോൾ ഈ പറഞ്ഞതൊക്കെ ശരിയാണെങ്കിൽ 250 രൂപയ്ക്ക് കിട്ടുന്ന ഈ തവിടെണ്ണ ശരിക്കും ഒറിജിനലാണോ? അപ്പോൾ സ്വാഭാവികമായിട്ടും നമ്മുടെ സംശയം എന്താണെന്ന് വെച്ചാൽ, ഈ തവിടെണ്ണയിൽ മായം കലർന്നിട്ടുണ്ടാവാം. എങ്ങനെ മായം കലരുമെന്ന് ചോദിച്ചാൽ, മാർക്കറ്റിൽ വില കുറഞ്ഞ് കിട്ടുന്ന പലതരം എണ്ണകളുമുണ്ട്. ആ എണ്ണകൾ ഈ തവിടെണ്ണയുമായിട്ട് ചേർത്തിട്ടാവാം ഇവ മാർക്കറ്റിൽ എത്തുന്നു എന്ന് നമുക്കൊരു സംശയം ഉണ്ടാവാം. അങ്ങനെയാണെങ്കിൽ അത് ഗുണത്തേക്കാളേറെ ദോഷം ചെയ്യും. അപ്പോൾ നിങ്ങൾ ഈ റൈസ് ബ്രാൻ ഓയിൽ തവിടെണ്ണ ഉപയോഗിക്കുകയാണെങ്കിൽ അത് എത്രമാത്രം വിശ്വസനീയമാണ് എന്ന് ഉറപ്പിച്ചതിന് ശേഷം മാത്രം ഉപയോഗിക്കുക. ഇനി ആരെങ്കിലും സ്ഥിരമായിട്ട് തവിടെണ്ണ ഉപയോഗിക്കുന്നവരുണ്ടെങ്കിൽ അത് നിങ്ങൾക്ക് സേഫാണെന്ന് ബോധ്യമായെങ്കിൽ ആ ബ്രാൻഡ് നെയിംസ് അല്ലെങ്കിൽ ആ ഏത് ബ്രാൻഡാണെന്നുള്ളത് കമൻ്റായിട്ട് രേഖപ്പെടുത്തുകയാണെങ്കിൽ ഈ വീഡിയോ കാണുന്ന കുറച്ച് പേർക്കെങ്കിലും അത് യൂസ്ഫുള്ളായിട്ട് മാറുകയും ചെയ്യും. ഇനി അങ്ങനെ സംശയം തീരുന്നില്ല എങ്കിൽ ഏറ്റവും നല്ലൊരു മാർഗ്ഗം ഞാൻ പറയാം, വിശ്വസനീയമായ മില്ലുകളിൽ പോയിട്ട് നല്ല വെളിച്ചെണ്ണ കിട്ടുകയാണെങ്കിൽ അത് വാങ്ങിയിട്ട് ആവശ്യത്തിന് മാത്രം ഉപയോഗിക്കുക. തൽക്കാലം വെളിച്ചെണ്ണ കൊണ്ടുള്ള വറുക്കലും പൊരിക്കലും ഒന്ന് വേണ്ടാന്ന് വെക്കുക. ഇനി വറുക്കലും പൊരിക്കലും ഒക്കെ മസ്റ്റാണെങ്കിൽ ഒരു തുള്ളി പോലും എണ്ണ ഉപയോഗിക്കാതെ വറുക്കാനും പൊരിക്കാനും ഒക്കെയുള്ള ആ മാർഗ്ഗം ഇന്ന് മാർക്കറ്റിൽ അവൈലബിൾ ആണ്. എയർ ഫ്രയർ പോലെയുള്ള പല മാർഗ്ഗങ്ങളും അവൈലബിൾ ആണ്. അപ്പോൾ അതിനെക്കുറിച്ചും കുറേ വീഡിയോസ് ഞാൻ ചെയ്തിട്ടുണ്ട്, അതും കൂടെ ഒന്ന് കണ്ടു നോക്കൂട്ടോ. അപ്പോൾ ഈ ഒരു വീഡിയോ പ്രധാനമായിട്ട് ഇത് നമ്മുടെ വെളിച്ചെണ്ണയും തവിടെണ്ണയും തമ്മിലൊരു കമ്പാരിസൺ ആയിരുന്നു. നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ, കുറച്ച് പേർക്കെങ്കിലും ഇഷ്ടമായെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സിനും ഫാമിലി മെമ്പേഴ്സിനും ഷെയർ ചെയ്ത് കൊടുക്കുക. സോ മറ്റൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. അതുവരെയും ബൈ ബൈ.